ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. 2-3 ദിവസമായല്ലോ എന്നെ കാണാത്ത. ഭയങ്കര മഴയല്ലോ, അങ്ങനെ കുറച്ച് മടി പിടിച്ചിരുന്ന്. അങ്ങനെയല്ലപ്പാ, പിന്നെ നമുക്ക് കുറേ ദിവസം പോകാൻ തന്നെ ഉണ്ടായി, തിരക്ക് തന്നെ. പിന്നെ വീഡിയോസ് എല്ലാം എടുത്തിട്ട് വെച്ചിനി, എഡിറ്റ് ആക്കാൻ മറന്നത്. അങ്ങനെ ഇന്നൊരു മംഗലുണ്ടായി, പിള്ളേരെല്ലാം ഒരുക്കിയിട്ട് കെട്ടിയിട്ട് നിർത്തിനെ, ഇന്നേരേ നിർത്തിനെ ഒരു 5 മണിയാകുമ്പോൾ. ഇത് മാപ്പിളിനെ കത്തിയിട്ട് പോകുമ്പോൾ തന്നെ 5:30 മണിയായിന്. ത്രിഭുവൻ റിസോർട്ടിലെ പരിപാടി ഉണ്ടായി. റിസോർട്ടിലേക്ക് വൈകിട്ടെല്ലാം പോയിട്ട് എന്തെങ്കിലും കൊണ്ടുണ്ട്. അവിടേക്ക് എത്തുമ്പോൾ ഏകദേശം 8-8:15 ആയിട്ടുണ്ട്. ഉള്ളിലേക്ക് ബീയെ പോണ്ടേ. ഞാൻ അച്ഛനോട് കലമ്പിക്കൊണ്ട് പോകുന്നുണ്ടായത്. പോയിട്ട് അവിടെ എന്തോ കിട്ടിയില്ല, അങ്ങ് നിങ്ങൾ എന്തെങ്കിലും മേങ്ങി തന്നെ ഹോട്ടലിലേക്ക് കൊണ്ടുപോകണം, അങ്ങനെ ഇങ്ങനെ നല്ലതായിട്ട് കലമ്പിക്കൊണ്ട് പോകുന്നുണ്ടായത്. അങ്ങനെ പോയിട്ട് ഈ കൊല്ലങ്കാനം ഹോളിലേക്ക് എത്തുന്നു. അങ്ങനെ അവിടേക്ക് എത്തി. മാഷാ അല്ലാ, പരിപാടി ഒന്നും കഴിഞ്ഞിട്ടുണ്ടായിട്ടാ. പുതിനാട്ടീനെല്ലാം ഇതാക്കുന്ന തിരക്കിലുണ്ടായി ഓരെല്ലോ. ഏകദേശം ആൾക്കാർ കഴിഞ്ഞിന്. എന്നെങ്കിൽ ഓരോന്നെ ആൾക്കാർ അവിടെ തന്നെ ഉണ്ടായി. ഞാൻ പിന്നെ കുറേ വീഡിയോസ് ഫോട്ടോസ് എല്ലാം എടുത്തിട്ട് അതിലെല്ലാം തിരിഞ്ഞിട്ട് നടക്കുന്നുണ്ടായി. അങ്ങനെ ഞങ്ങൾ നേരെ ഫുഡിൻ്റെ സെക്ഷനിലേക്ക് പോയി. ഫുഡിൻ്റെ സെക്ഷനിൽ ഏകദേശം ആൾക്കാരെല്ലാം കഴിഞ്ഞിന്. ഓരോന്നെ അടുത്ത ആൾക്കാർ മാത്രം ഉണ്ടായേ. ഇതാ എൻ്റെ ദീദീൻ്റെ മച്ചുവിൻ്റെ മോൻ്റെ മംഗലോ. അപ്പോൾ ഇതെല്ലാം എൻ്റെ ഫ്രണ്ട്സാണ്. ഞങ്ങൾ പോയിട്ടാകുമ്പോൾ പുതിനാട്ടിൻ്റെ ഫ്രണ്ട്സ് എല്ലാം പുതിനാട്ടിൻ്റെ അടുത്ത് നിന്നിട്ട് ഫോട്ടോസ് എല്ലാം എടുക്കുന്നുണ്ടായി. അത് ഒരാളെ ഡ്രസ്സെല്ലാം നോക്കി ഞാൻ അവിടെ അന്തം വിട്ടോയി. ഒരു മോഡലിൻ്റെ ഒരു അടിപൊളി ഡ്രസ്സാണ്. അങ്ങനെ പിന്നെ കുറേ ബിസിയം പറഞ്ഞിട്ടും ദീദിനെല്ലാം കുറേ ആയി കാണാത്ത. ദീദിനോടെല്ലാം കുറേ മുണ്ടി കുറേ കഥ പറഞ്ഞിട്ട് അവിടെ ഇങ്ങനെ ഇരുന്ന് ഫുഡിനെ വെയിറ്റ് ആക്കിയിട്ട്. അങ്ങനെ ഒരു 5 മിനിറ്റ് വെയിറ്റ് ആക്കിയെങ്കിൽ നല്ല അടിപൊളി ചിക്കൻ ബിരിയാണിയെല്ലാം വെച്ചിട്ട് ഞങ്ങളുടെ കഥ പറയാനിരുന്നു. അപ്പോഴേക്ക് ദീദി നല്ല ചൂട് കട്ടൻ ചായയും കൊണ്ട് വന്നിരുന്നതാ. അജോട്ട് ഭയങ്കര പോസിട്ടിട്ട് ചായ കുടിക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ അത് പുതിനാട്ടീനെ പുതിയ ആപ്പിളിൻ്റെ സ്റ്റേജിലേക്ക് ആക്കുന്ന പരിപാടിയാണ്. ഇതെല്ലാം കണ്ടിട്ട് അവിടെ തന്നെ കുറച്ച് സമയം തന്നെ ഇരുന്ന്. നമ്മൾ ഇതെല്ലാം ഫസ്റ്റ് തന്നെ പറഞ്ഞെങ്കിൽ നമുക്ക് ഇതെന്തോ കാണാണ്ടല്ലോ, നമുക്ക് ഇഷ്ടങ്ങത്തെല്ലാം നോക്കുന്നത്. ഒരു നല്ല പൊളിസ് വൈബ് ഫാമിലിയാണ്. അപ്പോൾ എല്ലാം പുതിനാട്ടീൻ്റെ പുതിയ ആപ്പിളിൻ്റെ കസിൻസ് എല്ലാം ബാക്കിൽ നിന്നിട്ട് നല്ല കൊട്ടിപ്പാട്ടെല്ലാം ഇടുന്നുണ്ട് അതിലേക്ക്. പക്ഷേ പാട്ടിടാൻ കാലം കോപ്പിറൈറ്റ് വരുമല്ലോ, പാട്ടിനെല്ലാം പോസാക്കിയിട്ടിട്ടത്. ഈ രാത്രി മംഗലം എന്നെ പറഞ്ഞൊരു വൈബല്ല. രാവിലെ ഈ രാത്രി മംഗലത്തിൻ്റെ ഇത്ര പൊലിസ് രാത്രി കിട്ടുന്നില്ല. അങ്ങനെ ഞങ്ങൾ പാട്ടും കളിയെല്ലാം നോക്കിയിട്ട് കുറേ എൻ്റെ പിള്ളമാർക്കൊന്നും വരാനേ മനസ്സിലായിരുന്നില്ല. ആവുമ്പോൾ ഫുള്ള് നോക്കിയിട്ട് അങ്ങനെ എങ്ങനെയും വൈകിട്ട് തന്നെയല്ലോ വന്ന് എല്ലാം കഴിഞ്ഞിട്ട് തന്നെ പോകാനായിട്ട് ഞങ്ങൾ അവിടെ കുറേ വീഡിയോസും ഫോട്ടോസും എല്ലാം എടുത്തുകൊണ്ട് അവിടെ നിന്നിട്ടുണ്ടായി. അങ്ങനെ ഞാൻ അച്ഛനെ അടിച്ചുന്നുണ്ടായി. അതാ നമ്മളിപ്പോൾ മംഗലം കഴിച്ചിറാഞ്ഞ്. ഇപ്പോഴത്തെ പിള്ളമാറ മംഗളം ഇതെല്ലാം കാണാൻ എന്ത് പൊലിസല്ലേ, വേറെ എന്നൊരു വൈബ്. ഇത് സ്റ്റാറ്റസ് കണ്ടിട്ട് നമുക്ക് കുറേ ആൾ ചോദിച്ചു നിൻ്റെ ആര് ഇതെൻ്റെ മച്ചുഞ്ചിൻ്റെ മോളെ മംഗലം അറിഞ്ഞാൽ എൻ്റെ ദീദീൻ്റെ മച്ചുഞ്ചിൻ്റെ മോളെ മംഗലോ. പുതിയ ആപ്പിളിൻ്റെ പേര് സഫാന്, പുതിനാട്ടിൻ്റെ പേര് സഫ. അങ്ങനെതാ ഇത് പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് നേരെ പുതിനാട്ടിൻ്റെ സ്റ്റേജിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അല്ലാ, പുതിനാട്ടിൻ്റെ ബാക്കിൽ നിന്ന് എത്ര ആൾ എൻ്റെ മോളെ വീഡിയോ എടുത്തറിഞ്ഞാൽ ഓൾക്ക് ഇതെല്ലാം കണ്ടിട്ട് ആ സൈറ്റില്ല വരാനേ മനസ്സിലായിരുന്നില്ല. ഞാൻ ചേച്ചി വരുന്നില്ല, ഇല്ല ഓൾക്ക് മംഗലേക്കണം ആളെന്നെ ബേജാറിൽ. ബാക്കി വീഡിയോസ് നെക്സ്റ്റ് വീഡിയോയിലിടാം.